അടുത്തത് പേപ്പർ ഫോൾഡിംഗ് അല്ലെങ്കിൽ സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Sequence of folding a piece of paper and the manner in which the folded paper has been cut is shown in the following figures. How would this paper look when unfolded? So, ആദ്യം ഇങ്ങനെ ഡയഗണലി മടക്കി പിന്നെ അതിനെ ഇങ്ങനെ മടക്കി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പേപ്പർ എടുത്താൽ ഞാൻ ആദ്യം അതിനെ ഫോർ എക്സാമ്പിൾ ഇതാണ് പേപ്പർ എങ്കിൽ ആദ്യം ഇങ്ങനെ മടക്കി പിന്നെ അതിനെ ഇങ്ങനെ പിന്നെയും മടക്കി, നമ്മൾ ഈ പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ മടക്കി കഴിഞ്ഞിട്ട് ഈ കീറൽ വരുത്തി എന്നാ പറയുന്നത്. ഇവിടെയും കീറി, ഇവിടെയും കീറി, ഇവിടെയും കീറി, ഇവിടെയും കീറി, ഇവിടെയും കീറി. അങ്ങനെയാണെങ്കിൽ അത് തുറന്നാൽ എവിടെയൊക്കെ കീറൽ ഉണ്ടാവും എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ 4 മടക്കാക്കിയോണ്ട് ഓരോ കീറലും 4 ഇരട്ടിയായിട്ട് വരും തുറന്നു വരുമ്പോൾ. അതാ ലോജിക്ക്. ഇത് തുറന്നു വരുമ്പോൾ ഒരു ഫുൾ സർക്കിൾ ആകും ഇവിടെ. അത് സെൻട്രലിലുള്ളതായതുകൊണ്ട് അത് ഒരെണ്ണമേ വരത്തുള്ളൂ. ഇത് ഓരോന്നും 4 തവണ വരും. ഇവിടെ ഒരു ഫുൾ സർക്കിള്, ഇവിടെ ഒരു ഫുൾ സർക്കിള്, അതേപോലെ ഇവിടെയും വരും, ഇവിടെയും വരും. ഇതിന് പകരം ഇവിടെയും വരും, ഇവിടെയും വരും, ഇവിടെയും വരും. മനസ്സിലാകുന്നുണ്ടോ? സോ നടുക്കൊരു സർക്കിൾ ഉണ്ടാകണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഓപ്ഷന് നടുക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് പോയി. ഇനി ഇവിടെയും വന്നേ പറ്റുള്ളൂ, കാര്യം ഇതിൻ്റെ റെപ്ലിക്ക ഇവിടെ വരും. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ തിയറി പറയേണ്ടതാണ്. ഇപ്പം നമ്മൾ ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. സോ അത് വെച്ചിട്ട് 4 സൈഡിലും അത് റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് ഇസ് എ ലോജിക്. 4 സൈഡിലും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറക്കുന്ന സർക്കിള് ഇവിടെയും ഇവിടെയും, ഇത് തുറക്കുന്ന സർക്കിള് ഇവിടെയും ഇവിടെയും, ഇതിൻ്റെ ഇവിടെ, ദിസ് തിങ് വിൽ ഗോ ഇൻ ഓൾ 4 പ്ലേസസ്. ഈ ഒരു സർക്കിള് 4 പ്ലേസിലും വരും. സോ അങ്ങനെ വരുന്ന സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ്. 4th ഓപ്ഷൻ ഇവിടുത്തെ മിസ്സിംഗ് ആണ്. 3rd ഓപ്ഷനിൽ ഇവിടുത്തെ മിസ്സിംഗ് ആണ്. ദാറ്റ് ഇസ് വൈ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ഫസ്റ്റ് ഓപ്ഷനിൽ നടുക്കത്തെ മിസ്സിംഗ് ആണ്.